ഭാരതത്തിൽ വർഗീയ രാഷ്ട്രീയം വിജയിക്കുവാൻ കാരണമെന്ത്? നമുക്കേവർക്കും, ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും മാത്രമല്ല, സാമാന്യ ബോധവും നീതിബോധവുമുള്ള എല്ലാ വ്യക്തികൾക്കും വളരെയധികം ചിന്താഭാരമുണ്ടാക്കുന്ന ഒരു പ്രശ്നത്തെയാണ് അല്പമൊന്ന് പരിചയപ്പെടുവാൻ ഈ വീഡിയോയിൽ കൂടെ നാം ശ്രമിക്കുന്നത്. ഭാരതത്തെപ്പറ്റി വിദേശികൾ പ്രത്യേകമായി ഇന്നും താലോലിക്കുന്ന ഒരു സങ്കല്പം ഭാരതം ആധ്യാത്മികതയുടെ നാടായിട്ടാണ്. ഇന്ത്യ ഇസ് എ സ്പിരിച്വൽ നേഷൻ. എൻ്റെ വിദേശയാത്രകളിൽ അനേക വിദേശികളുമായി, പല രാജ്യങ്ങളിലെ ആളുകളുമായി ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി വളരെ സുദീർഘം സംഭാഷണം നടത്തുവാൻ എനിക്ക് ഇടയായിട്ടുണ്ട്. അവരൊക്കെയും വളരെ ബഹുമാനത്തോടു കൂടെയാണ് ഭാരതത്തിൻ്റെ ആത്മീയമായ സംസ്കാരത്തെപ്പറ്റി, പൈതൃകത്തെപ്പറ്റി പ്രതിപാദിച്ചിട്ടുള്ളത് എന്നീ സമയത്ത് ഞാൻ സന്തോഷത്തോടെ ഓർക്കുകയാണ്. ഹിന്ദുമതത്തെപ്പറ്റി, ഹിന്ദു ആത്മീയതയെപ്പറ്റി, അതിൽ പ്രത്യേകിച്ച് ബൗദ്ധമതത്തെപ്പറ്റിയും അതിൻ്റെ സാർവലൗകിക സങ്കല്പങ്ങളെപ്പറ്റിയും അതിൻ്റെ ദാർശനികമായ ഔന്നത്യത്തെപ്പറ്റിയും പാശ്ചാത്യ രാജ്യങ്ങളിൽ വളരെയധികം ബഹുമാനം ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അത് നമുക്കേവർക്കും അഭിമാനത്തിന് കാരണമാണ് എന്ന് ഞാൻ കരുതുകയാണ്. എന്നാൽ അങ്ങനെയുള്ള ഒരു രാഷ്ട്രത്തിൽ വളരെ പെട്ടെന്ന് ഒരു രാഷ്ട്രത്തിൻ്റെ ചരിത്രത്തിൽ 10 വർഷമെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ 10 സെക്കൻഡിൻ്റെ വില പോലുമില്ല. വളരെ പെട്ടെന്ന് ഇവിടെ സഹിഷ്ണുതയുടെ, മത ബഹുസ്ഫുരതയുടെ അടിത്തറ ഇളകുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു എന്ന് പറയുമ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് തിരിച്ചറിയുവാനും ഈ ഒരു അപകടമേറിയ പ്രവണതയെ ഏതു വിധത്തിൽ നമുക്ക് ചെറുക്കാൻ കഴിയുമെന്ന് വസ്തുനിഷ്ഠമായി അന്വേഷിപ്പാനും വ്യക്തത പ്രാപിപ്പാനും നമുക്ക് കടമയുണ്ട് എന്നത് ഏവരെയും ഒന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് എൻ്റെ ലക്ഷ്യം. നമുക്ക് ഈ വിഷയം അല്പം ഒന്ന് പരിഗണിക്കാം. ഭാരതം മതബഹുസ്ഫുരതയുടെ ആഗോള തലത്തിൽ മാനിക്കപ്പെട്ട ഒരു ഉദാഹരണമാണ് എങ്കിലും നമ്മുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന മതബഹുസ്ഫുരതയ്ക്ക്, റിലീജിയസ് പ്ലൂറാലിറ്റിക്ക് ഒരു പ്രമാദമായ പരിമിതി ഉണ്ടായിരുന്നു. അത് നാം തിരിച്ചറിയണം. ഏതാണ്ട് കാസ്റ്റ് സിസ്റ്റം എങ്ങനെയാണ് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്, അതുപോലെയാണ് മത ബഹുസ്ഫുരതയും ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളത്. കാസ്റ്റ് സിസ്റ്റത്തിൽ ഒരു കാസ്റ്റിലുള്ളവർ ആ കാസ്റ്റിൻ്റെ പരിമിതിയിൽ മാത്രം സ്ഥിതി ചെയ്യുന്നു. കാസ്റ്റിൻ്റെ അതിർവരമ്പുകളെ മുറിച്ച് മറ്റ് കാസ്റ്റിൻ്റെ സ്പേസിലേക്ക് പോകുവാൻ ആരും ധൈര്യപ്പെടുന്നില്ല. എല്ലാവരും അവരവർക്ക് കൽപ്പിച്ചിരിക്കുന്ന ഇടങ്ങളിൽ ശാന്തമായും സമാധാനമായും കഴിഞ്ഞുകൂടുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഹിന്ദുമതത്തിൻ്റെ അംഗങ്ങളാണ് എന്ന് പറഞ്ഞാൽ പോലും ഈ 4 കാസ്റ്റിൽപ്പെട്ട, വസ്തുത്തിൽ 4 അല്ല 5 ആയിട്ട് നാം കണക്കാക്കണം. ഈ കാസ്റ്റിൽപ്പെടാത്ത ആളുകളുണ്ട്, ദാസ്യൂസ് എന്ന് പറയുന്നു, അൺടച്ചബിൾസ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഈ ഒരു സമൂഹത്തിൻ്റെ അംഗങ്ങളാണെങ്കിലും ഇവർ തമ്മിൽ യാതൊരു പരസ്പര ബന്ധമോ ഇടപെടലുകളോ ഇല്ല. നോ ഇൻറ്ററാക്ഷൻ അക്രോസ് കാസ്റ്റ് ഡിവൈഡ്സ്. അതുകൊണ്ട് ഒരേ മത സമൂഹത്തിൽപ്പെട്ടിരിക്കുന്ന ആളുകൾ അന്യോന്യം അന്യരാണ്. അപ്പോൾ അന്യവൽക്കരണം എന്നേക്കുമായി നിലനിർത്താൻ മനുഷ്യൻ്റെ തലച്ചോറ് കണ്ടുപിടിച്ച ഏറ്റവും സമൃദ്ധമായൊരു രീതിയാണ് കാസ്റ്റ് സിസ്റ്റം എന്നാണ് മാക്സ് വെയ്ബർ അദ്ദേഹത്തിൻ്റെ റിലിജിയൻ ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അത് വളരെ അന്വർത്ഥമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ അതുപോലെയാണ് പല മതങ്ങളും. ഇവിടെ അനേക മതങ്ങളുണ്ടായിട്ടും മതങ്ങൾ ഭാരതത്തിൻ്റെ മണ്ണിൽ, ഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്ഥിതി ചെയ്തിരുന്നു. അപ്പോൾ നാം മത ബഹുസ്ഫുരത എന്ന് പറയുമ്പോൾ ഇവിടെ
ഒന്നിൽ കൂടുതൽ മതങ്ങളുണ്ട് എന്ന് മാത്രമേ അതുകൊണ്ട് അർത്ഥമുള്ളൂ. ഈ മതത്തിൽപ്പെട്ട ആളുകൾക്ക് പരസ്പരമായ ഏതെങ്കിലും തരത്തിൽ ബന്ധമോ സഹകരണമോ ഇൻറ്ററാക്ഷനോ ഉണ്ടായിരുന്നു എന്നതിനർത്ഥമില്ല. ഒരാൾ മറ്റൊരാളുടെ വഴിയിൽ വന്ന് വഴി മുടക്കാതെ ശ്രദ്ധിച്ചു, പ്രശ്നമൊന്നുമില്ലാതെ കഴിഞ്ഞുകൂടി എന്നതിനപ്പുറത്ത് ഒരു ഹിന്ദു ഒരു ക്രിസ്തീയ മതദർശനത്തിൻ്റെ സാരാംശം എന്താണെന്ന് മനസ്സിലാക്കാനോ, ഒരു ക്രിസ്ത്യാനി ഹിന്ദുവിൻ്റെയോ ഇസ്ലാമിൻ്റെയോ അന്തസ്സത്തെ എന്താണെന്ന് മനസ്സിലാക്കാനോ, അല്ലെങ്കിൽ ബുദ്ധൻ്റെയും മഹാവീറിൻ്റെയും ചിന്താഗതി എന്താണെന്ന് മനസ്സിലാക്കാനോ, ഇപ്പോൾ തന്നെ കേരളത്തിലെ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാനോ ഉള്ള യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ വിവിധ മതത്തിലുള്ള ആളുകൾ അവർക്ക് പരസ്പരം അന്യരും പരദേശികളുമായിരുന്നു. അവർ പരസ്പരം അറിയുന്നതിൽ താല്പര്യം കാണിച്ചില്ല, അറിയുന്നതിൽ പരാജയപ്പെട്ടു. അങ്ങനെ തിരിച്ചറിവില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഹിന്ദു ആരാണെന്ന് ക്രിസ്ത്യാനിക്കും ക്രിസ്ത്യാനി ആരാണെന്ന് ഹിന്ദുവിനും അറിഞ്ഞുകൂടാ, ഹിന്ദു ആരാണെന്ന് മുസ്ലിമിനും അറിഞ്ഞുകൂടാ, മുസ്ലിം ആരാണെന്ന് ക്രിസ്ത്യാനിക്ക് ഇങ്ങനെ അറിവുകേടിൻ്റെ ഒരു കൃത്രിമമായ സമാധാനം പരസ്പരമായ അകൽച്ചയിൽ കൂടെ ഇവിടെ സ്ഥാപിച്ച് നിലനിർത്തി എന്നതുകൊണ്ട് ഇത് ഭാരതം മതബഹുസ്ഫുരതയുടെ ഒരു ഉദാഹരണമാണ് എന്നത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല. കാരണം മതമെന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ റിലേഷൻഷിപ്പ്, റിലിജിയൻ എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് എന്നാണ്. ഇപ്പോൾ ക്രിസ്തു മതം യഥാർത്ഥത്തിലൊരു മതമാകണമെങ്കിൽ അതിന് ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടാകണം. ബന്ധങ്ങളെന്ന് പറയുമ്പോൾ ബന്ധങ്ങൾ നാനാമുഖമാണ്. ഒരു ക്രിസ്ത്യാനിയോട് ബന്ധപ്പെടുന്നത് പോലെ തന്നെ അതേ തോതിൽ, അതേ ബഹുമാനത്തിൽ, അതേ തുറന്ന മനസ്സോടെ അക്രൈസ്തവനോടും ബന്ധം പുലർത്തണം. കാരണം ക്രിസ്തീയ ദർശനം ശരിയാണെങ്കിൽ, വേദപുസ്തകം ശരിയാണെങ്കിൽ ഒരു ദൈവമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഈ സൃഷ്ടി മുഴുവനും ആ ദൈവത്തിൻ്റേതാണ്. ദൈവത്തിൻ്റേതായ അംശങ്ങൾ ഈ സൃഷ്ടിയിൽ മുഴുവനും വ്യാപിച്ചു ഇരിക്കുന്നു. അതുകൊണ്ട് ഈ ലോകത്തിൽ അന്യനും പരദേശിയുമില്ല. ആരെങ്കിലും അന്യനാണ് എന്നുള്ള നമ്മുടെ ഒരു പ്രതീതി, തോന്നൽ ആസ്ഥാനത്താണ്. ഇതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയെങ്കിൽ അകൽച്ചയുടെ അനുഭവത്തിൽ നിന്ന് അതിഥി സൽക്കാരത്തിൻ്റെ, ഹോസ്പിറ്റാലിറ്റിയുടെ അവസ്ഥയിലേക്ക് കടന്നു വരണം. എന്താണ് ഹോസ്പിറ്റാലിറ്റി? മറ്റുള്ളവരെ യാതൊരു കണ്ടീഷനുമില്ലാതെ നിരുപാധികമായി സ്വീകരിക്കുകയും വിലമതിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക എന്ന ആന്തരികമായ വിശാലതയുടെ പേരാണ് ഈ അതിഥി സൽക്കാരം. പക്ഷെ നാം അങ്ങനെയല്ല അത് മനസ്സിലാക്കുന്നത്. അത് വളരെ വികൃതമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി കൂടുതൽ വ്യക്തമായി അറിയേണ്ട ആവശ്യമുണ്ട്. ഞാൻ ആ വിഷയം ഇതിൽ പ്രതിപാദിക്കാൻ പോയാൽ സമയം വിട്ടുപോകുമെന്നതുകൊണ്ട് അത് മറ്റൊരു അവസരത്തിലേക്ക് ഞാൻ മാറ്റിവെക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നാം പരസ്പരം അന്യരായി ഈ നാളുകൾ അത്രയും കഴിഞ്ഞതിൻ്റെ ഫലമായി ഒരു സമൂഹത്തിൽ മറ്റുള്ള സമൂഹങ്ങളെ പറ്റിയുള്ള തെറ്റിദ്ധാരണയുള്ള വിഷവിത്തുകൾ വിതയ്ക്കുവാൻ വളരെ എളുപ്പമായി. വെറുപ്പിൻ്റെ ഈ പ്രോപ്പഗൻഡ, അതായത് തെറ്റായ പ്രചരണം, അസത്യത്തിൻ്റെ തിരത്തള്ളൽ പ്രചരണം വിജയിക്കുന്നതിൻ്റെ ഏക കാരണം അറിവുകേടാണ്, അജ്ഞതയാണ്. ഇപ്പോൾ ഒരു ക്രിസ്ത്യാനിയായ ഞാൻ എൻ്റെ അയൽക്കാരനെ ഹിന്ദുവിനെ പറ്റി ഏത് തരത്തിലാണ്, ഏത് തോതിലാണ് എനിക്ക് അറിവുള്ളത്? എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ ആരെങ്കിലും എന്നോട് പറയുകയാണ് ഹിന്ദുക്കൾ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ണുമടച്ചത് വിശ്വസിക്കും. അല്ലെങ്കിൽ മറിച്ചൊരു ഉദാഹരണം എടുത്താൽ, ഹിന്ദു സമൂഹത്തിൻ്റെ ഒരു അംശമായ ആര്യസമാജിൻ്റെ സ്ഥാപകനാണ് മഹർഷി ദയാനന്ദ്. അദ്ദേഹം എഴുതിയ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണ് സത്യാർത്ഥ് പ്രകാശ്, ദ ലൈറ്റ് ഓഫ് ട്രൂത്ത്. അതിൻ്റെ ആദ്യ ഭാഗത്ത് അദ്ദേഹം പറയുന്നത് ആദാം എൻ്റെ സന്തതികളായ കയീനും ഹാബേലും എന്തുകൊണ്ടാണ് ദൈവം ഹാബേലിൻ്റെ ബലി സ്വീകരിക്കുകയും കയീൻ്റെ ബലി സ്വീകരിക്കാതെയും ഇരുന്നത്
എന്നാൽ അദ്ദേഹം പറയുന്ന ഉത്തരം ദൈവം നോൺ വെജിറ്റേറിയൻ ആയതുകൊണ്ടാണ് എന്നാണ്. കാരണം അദ്ദേഹത്തിൻ്റെ അറിവ് അപ്രകാരമാണ്. ഞാൻ ഒരിക്കലും അത് അദ്ദേഹത്തെ വിമർശിച്ച് പറയുന്നതല്ല. നാം പരസ്പരം അകന്നു മാറി നിന്ന്, സോറൻ കീർക്കെഗാഡിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പെർഫെക്റ്റിംഗ് ദ നോളജ് ഓഫ് ഡിസ്റ്റൻസ്, ദൂരത്തിൽ നിന്ന് മാത്രം അറിയുന്ന ഈ ഒരു ബോധം മാത്രം വെച്ച് പുലർത്തുവാൻ നമുക്ക് താല്പര്യമുള്ളതെങ്കിൽ ഇങ്ങനെയുള്ള അനേകം വിചിത്രമായ ധാരണകൾ ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയിൽ നിന്നും, ഒരു സമൂഹത്തെ മറ്റൊരു സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്താൻ മാത്രം, അവരെ അന്യത്വത്തിൻ്റെ അന്ധകാരത്തിൽ കെട്ടിയിടാൻ മാത്രം സഹായിക്കുന്ന ചില തെറ്റിദ്ധാരണകൾ മാത്രമേ പ്രാപിപ്പാൻ നമുക്കിടയാകുകയുള്ളൂ. ഇപ്പോൾ തന്നെ ഹിന്ദുക്കൾക്ക് 33 കോടി ദൈവങ്ങളുണ്ട് എന്ന് ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങളൊക്കെ വളരെ വിമർശനാത്മകമായ അല്ലെങ്കിൽ പുച്ഛത്തോടുകൂടെ പരാമർശിക്കുന്നു. പക്ഷേ അതിൻ്റെ മർമ്മം എന്താണ്? അതുകൊണ്ട് അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് ഇങ്ങനെ മനസ്സിലാക്കുന്നു, അവരതിനെ പ്രകാരം അറിയുന്നു, ആരാധിക്കുന്നു? നമുക്ക് ഇതിനെപ്പറ്റി യാതൊരു ബോധവും നമുക്കില്ല. എനിക്കില്ല, നിങ്ങൾക്കുണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ അത് തെറ്റാണെന്നും അത് വലിയ അന്ധകാരമാണെന്നും അങ്ങനെയുള്ളവർക്ക് മനുഷ്യത്വമില്ല എന്ന് നമുക്കറിയാം. ഇങ്ങനെയുള്ള ധാരണകൾ വളരെ ശക്തമായി പ്രാബല്യത്തിൽ വരുവാനുള്ള പ്രധാനപ്പെട്ട കാരണം അന്യത്വമാണ്. അന്യത്വം അറിവുകേടിൻ്റെ ഈറ്റില്ലമാണ്. ഈ അന്യത്വം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ രണ്ട് വിശ്വാസ സമൂഹങ്ങളെ, മതസമൂഹങ്ങളെ തമ്മിൽ പരസ്പരം അടുപ്പിക്കാൻ വളരെ എളുപ്പമാണ്. അല്പം കിംവദന്തി, അല്പം അസത്യം പരത്തിയാൽ മാത്രം മതി. അതാണ് ഈ കേരള സ്റ്റോറി പോലെയുള്ള ഈ സിനിമകളുടെ ലക്ഷ്യം. ഇപ്പോൾ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന യാഥാർത്ഥ്യം എന്താണെന്ന് കേരളീയർക്ക് അറിഞ്ഞുകൂടാ. അതങ്ങ് ദൂരെ നിന്ന് ആരെങ്കിലും വന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. കാരണം കേരളത്തിലുള്ള ക്രിസ്ത്യാനികൾ അവരുടെ സഭാ നേതൃത്വങ്ങളുടെ വാല് പിടിച്ച് നടക്കുന്നവരാണെന്നും, അതുകൊണ്ട് അവരുടെ നേതാക്കന്മാരെ കയ്യിലെടുത്തുകൊണ്ട് അവരുടെ മനസ്സിൽ മറ്റൊരു സമൂഹത്തെ പറ്റിയുള്ള വെറുപ്പ് വർദ്ധിപ്പിക്കാൻ വിത്തുകൾ പാകാൻ എളുപ്പമാണ് എന്ന് ഈ വെറുപ്പിൻ്റെ രാഷ്ട്രീയം കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് ബോധ്യമുണ്ടായിട്ടാണ് ഈ ഒരു തത്രപ്പാടിലേക്ക് പ്രവേശിച്ചത്, ഈ ഒരു തന്ത്രത്തിലേക്ക് പ്രവേശിച്ചത്. ഇപ്പോൾ കേരളത്തിലെ ക്രിസ്തീയ സമൂഹവും മുസ്ലിം സമൂഹവും പരസ്പരം ക്രയവിക്രയങ്ങളുള്ളവരാണ്. അവരുടെ ഇടയിലുള്ള അവരെ പറ്റിയുള്ള പരസ്പരമായ യാഥാർത്ഥ്യങ്ങളെപ്പറ്റി ബോധമുള്ളവരാണ്, അറിവുള്ളവരാണ്. അവർ പരസ്പരം തെറ്റിദ്ധാരണകൾ മനഃപൂർവ്വം സൃഷ്ടിക്കുന്നതിലും വർദ്ധിപ്പിക്കുന്നതിലും താല്പര്യമുള്ളവരല്ല. അവർ പരസ്പരം അസത്യം പറയുന്നവരല്ല. ദേ ഡു നോട്ട് ബിലീവ് ഇൻ ബെയറിങ് ഫോൾസ് വിറ്റ്നസ്, കള്ളസാക്ഷ്യം. ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾക്കെതിരെയോ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരെയോ കള്ളസാക്ഷ്യം പറയുകയില്ല. അവർ സത്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കും, സത്യത്തിൽ നിൽക്കും എന്ന ഒരു ധാരണയുണ്ടായിരുന്നുവെങ്കിൽ ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന ശാപം കേരളത്തിൽ പ്രദർശിപ്പിക്കുമായിരുന്നില്ല. അതുകൊണ്ട് ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഈ ഒരു സിനിമ എന്ന് പറയുന്ന ഈ കുതന്ത്രം സൃഷ്ടിച്ച ആളുകളെ ഞാൻ അല്പം പോലും വിമർശിക്കുന്നില്ല. പ്രശ്നം അവരിലല്ല. പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ ഈ രണ്ട് സമൂഹങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്ന സ്ഥിതി എന്ന അവസ്ഥയിലെ പ്രശ്നമാണ്. അതിനെ മുതലെടുക്കാനായിട്ട് ആളുകൾ അവസരോചിതമായി പ്രവർത്തിക്കുന്നുവെങ്കിൽ അത് അവരുടെ മിടുക്കാണ്. അവരുടെ മിടുക്കിനെ സഹായിക്കുന്നത് നമ്മുടെ ഇടയിലുള്ള അന്ധകാരവും അധപ്പതനവും ആത്മീകമായ പരിതാപകരമായ അവസ്ഥയുമാണ്. അതിന് മാറ്റം വരണമെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നാം ഇഞ്ചിഞ്ചായി അടിക്കടി ഒഴുകിപ്പോയിക്കൊണ്ടേയിരിക്കുന്നു, അപകടത്തിലേക്ക് ഒഴുകിപ്പോയിക്കൊണ്ടേയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുന്നുവെങ്കിൽ കേരളം വർഗീയതയുടെ യുദ്ധഭൂമിയായി, രണഭൂമിയായി തീരരുത് എന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടായെങ്കിൽ കേരളത്തിൽ ദീർഘകാലമായി നാം അനുഭവിച്ച പരിമിതമായ പരസ്പര സഹകരണത്തിൻ്റെയും വർഗീയത എന്ന് പറയുന്ന ഈ ഒരു ഭ്രാന്ത് പിടിക്കാതെ അല്പനാളൊക്കെ നാം
സമാധാനമായി ജീവിച്ച ഈ ഒരവസ്ഥ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നാം ഇനിയും മുൻപോട്ടുള്ള ഇനിയുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യണം? കേരളത്തിലുള്ള എല്ലാ മതവിഭാഗങ്ങളും അവർ പരസ്പരം അറിയുവാനും ഒരാൾ മറ്റൊരാളെ പറ്റിയുള്ള നന്മകൾ കണ്ടുപിടിക്കാൻ, തിന്മകൾ കണ്ടുപിടിക്കാൻ എല്ലാവരും സമർത്ഥരാണ്. ഗട്ടർ ഇൻസ്പെക്ടേഴ്സ് എന്ന് പറയത്തില്ലേ, മേയോ മദാമ്മയുടെ പേര്. അപ്പം മതത്തിൽ നമ്മളെല്ലാവരും മേയോ മദാമ്മകളാണ്. എന്നാൽ അവരിൽ നന്മയുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ, അങ്ങനെ അവരിൽ നന്മയുണ്ട് അല്ലെങ്കിൽ നന്മയുടെ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് സ്വന്തം മതത്തോടും സ്വന്തം ദൈവത്തോടും കാണിക്കുന്ന അപരാധമല്ല എന്നെങ്കിലും തിരിച്ചറിയുവാൻ, മറ്റുള്ളവരെ പറ്റി കള്ളസാക്ഷ്യം പറഞ്ഞിട്ടല്ല എൻ്റെ മതത്തെയോ എൻ്റെ ദൈവത്തെയോ ഞാൻ എൻ്റെ എൻ്റെ വിശ്വസ്തത ബോധ്യപ്പെടുത്തേണ്ടത് എന്നെങ്കിലും തിരിച്ചറിയുവാൻ. സത്യം നിലനിൽക്കണം, അതെല്ലാവരുടെയും അടിസ്ഥാനപരമായ ആവശ്യമാണ് എന്ന പച്ച പരമാർത്ഥം സ്വീകരിപ്പാൻ അല്പം ധൈര്യം കാണിപ്പാൻ ആരെങ്കിലും കൂട്ടാക്കുമെങ്കിൽ ആശങ്കയ്ക്ക് വഴിയില്ല. ഇനിയും സമയം വൈകിയിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. നാം വളരെയധികം ഈ ദുഷിച്ച ദിശയിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞു. നാം അപകടത്തിൻ്റെ വക്കിലാണ്. ഇനിയുള്ള അടുത്ത 5 വർഷങ്ങൾ നിർണായകരമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയെപ്പറ്റി ഏവർക്കും സൂക്ഷ്മമായ പ്രത്യേകമായ ബോധമുണ്ടാകണം, ചുമതല ബോധമുണ്ടാകണം എന്നാണ് എല്ലാവരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ദയവായി നാം ഇരിക്കുന്ന കൊമ്പ് വെട്ടിക്കളയാൻ ശ്രമിക്കരുത്. അങ്ങനെ ആരെങ്കിലും വെട്ടണമെന്ന് നമ്മളോട് പറഞ്ഞാൽ അവരുടെ ഉദ്ദേശം നല്ലതല്ല എന്ന് തിരിച്ചറിയുവാനുള്ള അടിസ്ഥാന ബോധമെങ്കിലും നമുക്കുണ്ടാകണം. പക്ഷെ ഇതൊക്കെ പ്രാപിക്കണമെങ്കിൽ നാം ചെയ്യേണ്ടത്, നാം ഇപ്പോൾ അന്യത്വത്തിൻ്റെ ഇരുത്തലുകളിൽ കെട്ടിയിടപ്പെട്ട കന്നുകാലികളായി കഴിയുന്നു. അത് മാറ്റിയിട്ട് നമ്മളെ കെട്ടിയിരിക്കുന്ന കയറുകൾ പൊട്ടിച്ച് ഈ കോമ്പൗണ്ടിൻ്റെ വെളിയിലോട്ടൊന്ന് പോയി മറ്റുള്ളവരുമായിട്ട് ഇടപെട്ടിട്ട് അവരും നമ്മെപ്പോലെ തന്നെ മനുഷ്യരാണ് എന്ന് തിരിച്ചറിയുകയും മറ്റുള്ളവർ നമ്മെ എപ്രകാരം കാണുകയും നമ്മോട് ഇടപെടുകയും ചെയ്യണം, കരുതുകയും ചെയ്യണം, വിലമതിക്കുകയും ചെയ്യണം എന്ന് നാം താല്പര്യപ്പെടുന്നത് പോലെ യേശു ഒരു പഠിപ്പീരനുസരിച്ച് തന്നെ അവരോടും അപ്രകാരം തന്നെ വളരെ വിശാലതയുടെയും ഔദാര്യത്തിൻ്റെയും ഒരു സമീപനം അവലംബിപ്പാൻ നമുക്കിടയാകണം. Be extremely charitable to others, but be critical of oneself. സോറൻ കീർക്കെഗാഡ് എപ്പോഴും പറയുന്നത്, it is natural for human beings to be very objective towards others, but very subjective regarding their own foibles and faults. Whereas the spiritual duty is to reverse that trend, be more subjective about others and be unsparingly objective about yourself. അത് കുറച്ചുകൂടെ ഇംഗ്ലീഷിലായതുകൊണ്ട് കുറച്ചുകൂടെ വ്യക്തമാകാൻ സാധിച്ചു എന്നാണ് ഞാൻ കരുതുകയാണ്. ഈ ഒരു സമീപനം വളരെ ആവശ്യമാണ്. രണ്ടാമത്, അസത്യത്തിൻ്റെ തിരത്തള്ളൽ എവിടെയൊക്കെ നടന്നാലും അത് തിരിച്ചറിയുകയും സത്യത്തിൽ അടിയുറച്ച് നിൽക്കാനുള്ള ദൃഢനിശ്ചയം ചെയ്യുവാൻ ഏവരും ശ്രദ്ധിക്കുക. മറ്റുള്ളവർ വിളമ്പുന്ന അസത്യത്തിൻ്റെ ചാണകം വലിച്ചു വാരി തിന്നിട്ട് ആർക്കും ഒരു നന്മയും പ്രാപിപ്പാൻ കഴിയുകയില്ല. അത് നമ്മുടെ ഉദരത്തിൽ വിരകളെ മാത്രം സൃഷ്ടിക്കാൻ ഇടയാക്കും എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക. മൂന്നാമത്, നാം വേദപുസ്തകത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാർവലൗകികമായ ദർശനത്തെ പ്രാപിക്കുവാൻ ധൈര്യം കാണിക്കുക. വേദപുസ്തകത്തിൽ ആദ്യം മുതൽ അവസാനം വരെ ഞാൻ കാണുന്ന യഹൂദൻ്റെ തെറ്റിദ്ധാരണകൾ മാറ്റിവെച്ചിട്ട് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള 66 പുസ്തകങ്ങൾ വായിച്ചാൽ അത് സകല സൃഷ്ടിയെയും കരുതുന്ന മനുഷ്യജാതി ആകമാനം ഒന്നുപോലെ സ്നേഹിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്ന, അതിൽ നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിച്ച് യഥാസ്ഥാനത്താക്കുവാൻ വളരെ വെമ്പൽ കൊള്ളുന്ന ഒരു ദൈവത്തെയാണ് കാണുന്നത്. ആരെയെങ്കിലും വെറുക്കുവാനോ സംഹരിക്കുവാനോ നിർദ്ദേശിക്കുന്ന ദൈവത്തെയല്ല. ദൈവം അങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് യഹൂദൻ വളരെയധികം തെറ്റിദ്ധരിച്ച അനേക സംഭവങ്ങൾ പഴയ നിയമത്തിലുണ്ടെന്ന് നമുക്കറിയാം.
ഞാനതൊന്നും ദൈവികമായി സ്വീകരിച്ചിട്ടില്ല. സ്വീകരിക്കാൻ സാധ്യം ഒന്നുകിൽ നാം ദൈവം സ്നേഹമാണെന്ന് പറയുക, അല്ലെങ്കിൽ ദൈവം ആരുടെയെങ്കിലും പക്ഷാഭേദം കാണിച്ച് വെറുപ്പിൻ്റെ ഉറവിടമാണ് എന്ന് നിശ്ചയിക്കുക. രണ്ടും കൂടെ ഒരേ സമയത്ത് പറയരുത്. അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. ദൈവം സ്നേഹമാണ് എന്ന് നാം പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹമല്ലാതെ മറ്റൊന്നും ദൈവത്തിൽ നിന്ന് ഉദിക്കുവാനോ പ്രാപിക്കുവാനോ സാധ്യമല്ല. അങ്ങനെയെങ്കിൽ ദൈവത്തെ വിശ്വസിക്കുന്നവർ നിരുപാധികമായി എല്ലാവരെയും സ്നേഹിപ്പാൻ ബാധ്യസ്ഥരാണ്. ആ സ്നേഹത്തെ പരിമിതപ്പെടുത്തുന്ന ഒരു കാര്യവും ഒരു പരിഗണനയും സ്വീകരിപ്പാൻ ഇടയാകരുത് എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി നാം പാലിക്കേണ്ട ആവശ്യമുണ്ട്. എല്ലാറ്റിനും ഉപരിയായി രാഷ്ട്രീയം മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്നും മനുഷ്യനെയും അവൻ്റെ ജീവിതത്തെയും അഭിമാനത്തെയും സ്വാതന്ത്ര്യത്തെയും ആരുടെയെങ്കിലും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി കുരുതി കൊടുക്കുവാൻ ആവശ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ മീമാംസയും മനുഷ്യത്വമുള്ള ഒരു വ്യക്തിക്കും ഒരിക്കലും സ്വീകാര്യമാകരുത് എന്ന വളരെ വ്യക്തമായ ധാരണ നാം പ്രാപിക്കുക മാത്രമല്ല, അതിനെ ഈ സംസ്ഥാനത്തിൽ മുഴുവനും പ്രാബല്യത്തിൽ കൊണ്ടുവരുവാൻ ഏവരും സഹകരിച്ച് പ്രവർത്തിക്കുക ഇന്നത്തെ അനിവാര്യതയാണ് എന്ന് അടിവരയിട്ട് പ്രഖ്യാപിക്കുവാൻ ഞാൻ നിർബന്ധിതനാണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തലപൊക്കിയിട്ടുള്ള ഭീകരമായ പ്രവണതകളെ എത്രയും പെട്ടെന്ന് നിയന്ത്രണ വിധേയമാക്കുവാൻ സാധിക്കുമെന്ന ശുഭാപ്തി വിശ്വാസം എന്നിലുണ്ട്. അത് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. അതിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രമാണം തന്നെയാണ്. അപ്രകാരമുള്ള വിശ്വാസം നിങ്ങളിലുമുണ്ട്. എന്നാൽ പലയിടങ്ങളിലും പല വ്യക്തികളിൽ അന്താളിപ്പിൻ്റെ നാമ്പുകൾ ഇപ്പോൾ പൊന്തി വരുന്നത് കൊണ്ടാണ് ഞാൻ ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കിടുന്നത് ഉചിതമാണ് എന്ന് തീരുമാനിക്കാൻ ഇടയായിട്ടുള്ളത്. ഇതിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, വിശ്വാസങ്ങൾ, പ്രമാണങ്ങൾ, ചിന്തകൾ ഏവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നല്ല ഒരു ദിവസം നേർന്നുകൊണ്ട് തന്നെ.